ശ്രീകണ്ഠപുരം നഗരസഭയിലെ തെരുവുനായ ശല്യത്തിന് പരിഹാരം കാണാൻ ഷെൽട്ടറുകൾ സ്ഥാപിച്ച പുനരധിവാസം ഉറപ്പുവരുത്തണമെന്ന ആവശ്യവുമായി മൃഗസ്നേഹികളുടെ വാട്സാപ്പ് കൂട്ടായ്മയായ വഫ. നായകളെ കൊന്നു തീർക്കാനാണ് നഗരസഭയുടെ ശ്രമം. ഇതിന്റെ പേരിൽ ധൂർത്താണ് നടക്കുന്നതെന്നും കൂട്ടായ്മ ആരോപിച്ചു. ശ്രീകണ്ഠപുരം നഗരസഭയിലെ തെരുവുനായ ശല്യത്തിന് പരിഹാരം കാണാൻ ഷെൽട്ടറുകൾ സ്ഥാപിച്ച പുനരധിവാസം ഉറപ്പുവരുത്തണമെന്നാണ് മൃഗസ്നേഹികളുടെ വാട്സാപ്പ് കൂട്ടായ്മയായ വഫ ആവശ്യപ്പെടുന്നത്. ഊരത്തൂരിലെ ABC പദ്ധതി പൂർണ്ണ തോതിലല്ല നടപ്പാക്കുന്നത്. നഗരസഭകളിലും പഞ്ചായത്തുകളിലും ഷെൽട്ടർ സ്ഥാപിച്ചാൽ പരിഹാരമാകുമെന്ന് കൂട്ടായ്മ പലതവണ ആവശ്യപ്പെട്ടു. നായയെ ഉന്മൂലനം ചെയ്യൽ പണം കൊള്ളിയെടുക്കാനുള്ള നഗരസഭയുടെ തന്ത്രമാണ്. ഇത് ജനങ്ങൾ തിരിച്ചറിയണം. കൊന്നാൽ പ്രശ്നം തീരുമെന്നത് ശരിയല്ല. ഒരു ഏകീകരണം നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലെന്നും മൃഗസ്നേഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അങ്ങനത്തെ പ്രശ്നം വരുമ്പോൾ അതിനുള്ള പല കാര്യങ്ങളും നമ്മൾ മുനിസിപ്പാലിറ്റി പല പ്രാവശ്യമായിട്ട് ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി അതിനുള്ള എന്തെങ്കിലും പരിഹാരം, അതായത് മുനിസിപ്പാലിറ്റി ചെയ്യേണ്ട കുറച്ച് ഇവർക്ക് വേണ്ട സംരക്ഷണ കാര്യങ്ങളുണ്ട്, അതൊക്കെ ചെയ്യണം. നമ്മൾ നിരന്തരം ഇതിനു വേണ്ടി ആവശ്യപ്പെടുകയൊക്കെ ചെയ്തു. നമ്മൾ ഇതിന് മുമ്പ് ഇരുന്ന സെക്രട്ടറി എന്ന് പറഞ്ഞാൽ നല്ലൊരു സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം ഇതിനു വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. പക്ഷെ ഇപ്പം മുനിസിപ്പാലിറ്റി ശുചിത്വം, അതായത് ശുചീകരണത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനം മുൻനിരയിൽ എത്തണം എന്നുള്ള ഒരു കാര്യം മുൻനിർത്തിയാണ് ഇവർ ഈ ക്രൂരത ചെയ്യുന്നതെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. എന്നു വെച്ചാൽ കൂടുതലും ഈ തെരുവുനായ്ക്കൾ ശ്രീകണ്ഠപുരത്തൊക്കെ കൂടുതലും പ്രശ്നങ്ങളൊന്നും ഇല്ല. നമ്മൾ ഫീഡ് ചെയ്യുന്നതാണ്. ഫീഡ് ചെയ്തുകൊണ്ടിരുന്ന് ഞങ്ങളൊന്നും ഇതുപോലെ ഉപദ്രവിക്കുകയോ എടുക്കുകയൊന്നും ചെയ്യും. പക്ഷേ ഈ തെരുവുനായ്ക്കൾ അക്രമം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവർക്ക് സംരക്ഷണം അല്ലെങ്കിൽ അവരെ ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ കാണുന്നതാണ് ഈ നായ എന്ന് പറയുന്നത്. ആ ഫ്രണ്ട്ലി ഇല്ലാതെ അവരെ കൂടുതൽ ഉപദ്രവിക്കുക, അല്ലെ പ്രകോപനപ്പെടുത്തുക, ഭക്ഷണം ഇല്ലാതാവുക, ഈ ഒരവസ്ഥ വരുമ്പോഴാണ് ഈ തെരുവുനായ്ക്കൾ കൂടുതലായിട്ട് അക്രമകാരികളായിട്ട് കാണപ്പെടുന്നത്. വഫ വാട്സാപ്പ് കൂട്ടായ്മ അംഗങ്ങളായ MK സതീഭായി, K രാധ മാലൂർ, PK സുരേഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇരിക്കൂർ.